ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 43-44 വാക്യങ്ങൾ. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ഒരു ശില്പി കഠിനമായ ഒരു കല്ലിൽ നിന്ന് അതിഗംഭീരമായി തോന്നുന്ന ഒരു സിംഹത്തെ നിർമ്മിച്ചു. ഒരു പ്രദർശനശാലയിൽ അനേകർ അത് കണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു. ഒരു 12 വയസ്സുകാരൻ ശില്പിയെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഈ സിംഹത്തെ ഉണ്ടാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സിംഹത്തെ ഉണ്ടാക്കിയില്ല. ഒരിക്കൽ ഞാനൊരു വലിയ കല്ല് കണ്ടപ്പോൾ അതിനുള്ളിലിരിക്കുന്ന ഈ സിംഹത്തെ കാണാനിടയായി. പക്ഷേ സിംഹത്തിന് പുറമെ അതിനെ മൂടിയിരുന്ന മറ്റു പല ഭാഗങ്ങളും ആ കല്ലിലുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗങ്ങളെല്ലാം എൻ്റെ ചില ആയുധങ്ങൾ ഉപയോഗിച്ച് അടർത്തിക്കളഞ്ഞു. അത്രയുമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ ആ കല്ലിലുണ്ടായിരുന്ന സിംഹം എല്ലാവർക്കും കാണത്തക്ക വിധം പ്രത്യക്ഷമായി. ഇത് ഏത് മനുഷ്യനെ സംബന്ധിച്ചും വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ആ കല്ലിൽ സിംഹം അടങ്ങിയിരുന്നതുപോലെ നമ്മിലെല്ലാവരിലും ഗാന്ധിജിയെപ്പോലെയോ ലിങ്കനെ പോലെയോ ഐസക് ന്യൂട്ടനെ പോലെയോ മറ്റേതൊരു മഹാന്മാരെ പോലെയോ ഉന്നതരായ വ്യക്തികൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ വെളിപ്പെടണമെങ്കിൽ അവരെ മൂടിയിരിക്കുന്ന ആവശ്യമില്ലാത്ത പല ഭാഗങ്ങളും അടർത്തിക്കളയണം. അതായത് നമ്മിലെ സ്വാർത്ഥതയും അഹന്തയും ഞാൻ എന്ന ഭാവവും കോപവും ദ്രവ്യാഗ്രഹവും ദുർമോഹങ്ങളും അശുദ്ധമായ ചിന്തകളും അങ്ങനെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്ന എല്ലാ ഭാവങ്ങളും അടർത്തിക്കളയണം. പക്ഷേ ഒരു പ്രശ്നം, അങ്ങനെയുള്ള ഭാവങ്ങളെ നമ്മിൽ നിന്ന് അടർത്തിക്കളയുവാൻ നമുക്ക് തന്നെ അല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നമ്മിലെ മഹാന്മാരെ നാം തന്നെ കണ്ടെത്തുകയും നമ്മിലെ ദുഷിച്ച ഭാവങ്ങൾ നാം തന്നെ നീക്കിക്കളയുകയും ചെയ്യേണ്ടതാണ്. എനിക്കതൊന്നും കഴിയില്ല എന്നുള്ള നിഷേധഭാവവും നീക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഔന്നത്യം കൈവരിക്കാൻ സാധിക്കില്ല. നമ്മിൽ നാം തന്നെ കാണുന്നത് ആരെയാണ് എന്ന ദർശനവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. അബ്ദുൽ കലാം പറയുന്നത് പോലെ ഉന്നത സ്വപ്നങ്ങൾ കാണുന്നവർക്ക് മാത്രമേ ഉന്നതരായി തീരുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ നമ്മിലെ ഉന്നതരായവരെ കണ്ടെത്തുവാൻ നമുക്ക് കണ്ണുകൾ പ്രകാശിക്കണം. ഈ അനാവശ്യ ഭാഗങ്ങൾ നമ്മിൽ നിന്നും നീക്കം ചെയ്യുവാൻ വിസമ്മതിക്കുന്ന ആർക്കും മഹത്വമുള്ള വ്യക്തികളായി തീരുവാൻ കഴിയില്ല. നമ്മുടെ ദർശനത്തിന് അനുസരണമായിട്ടാണ് ഏതെല്ലാം ഭാവങ്ങളാണ് അടർത്തിക്കളയേണ്ടതെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അതുപോലെ ഏതെല്ലാം ഭാവങ്ങളെ നീക്കിക്കളയുവാൻ കഴിയുന്നുവോ അതിനനുസരിച്ചാണ് നമ്മിലെ മനുഷ്യൻ ഉന്നതനാകുന്നതും അങ്ങനെ ഉന്നതരാവാൻ നമുക്ക് തീരുന്നതും. അങ്ങനെയായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിലുള്ള എല്ലാ അഹന്തയും മാറ്റിക്കൊണ്ട് താഴ്മയോടും വിനയത്തോടും കൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.